ഓണപരീക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഡിജിപിക്ക് പരാതി നൽകി. ചോദ്യപേപ്പർ തരാം, ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ, നാളെ വരുന്ന മോഡൽ ചോദ്യപേപ്പർ ഇതുതന്നെയായിരിക്കും, ഇത് മാത്രം പഠിച്ചാൽ മതി തുടങ്ങിയ അവകാശവാദങ്ങളാണ് ചില വീഡിയോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും പ്രചരിപ്പിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, കഴിഞ്ഞ പരീക്ഷാകാലത്തും ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ എങ്ങനെ നീങ്ങാനാണ് സർക്കാർ ആലോചിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനും ട്യൂഷൻ എടുക്കുന്നതിനും ക്ലാസ്സുകൾക്കും മറ്റുമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം, പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ പല യൂട്യൂബ് ചാനലുകളും വിശ്വാസത്തോടുകൂടി തന്നെ അധ്യാപകരെയും ട്യൂട്ടർമാരെയൊക്കെ ഉപയോഗിച്ച് കൃത്യമായി തന്നെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചാനലുകളുണ്ട് എന്ന് ഈ പരാതിയിൽ പ്രധാനമായി പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് വഴിയുള്ള സോഷ്യൽ മീഡിയകൾ വഴി വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമായ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ പരാതി. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ചോദ്യപേപ്പർ തരാം, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, പരീക്ഷകളിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രചരണമാണ് ഈ ചാനലുകൾ നടത്തുന്നത് എന്നാണ് ഡിജിപിക്ക് നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് പലപ്പോഴും വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ്. അതായത് പാഠഭാഗങ്ങൾ മുഴുവൻ അഭ്യസിക്കുന്നതിന് പകരം തങ്ങൾ തരുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് തലേദിവസം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ കൂടി ശേഖരിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ലക്ഷ്യമാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചോദ്യപേപ്പർ തരാം, ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ, നാളെ വരുന്ന മോഡൽ ചോദ്യങ്ങൾ ഇതുതന്നെ ആയിരിക്കും എന്നും മറ്റുമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. AI സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് വിദ്യാർത്ഥികൾ തെറ്റായ പ്രതീക്ഷയും പരീക്ഷയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനായി അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നും ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും പ്രവർത്തനങ്ങൾക്കെതിരെ വ്യക്തമായ നടപടികൾ സ്വീകരിക്കാനായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് ചില അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പോലീസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് യാഥാർത്ഥ്യമല്ല എന്ന് കണ്ടാൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, അധ്യാപകർ നടത്തുന്ന സാധാരണ ക്ലാസ്സുകൾക്ക്, പഠന ക്ലാസ്സുകൾക്ക് തടസ്സമുണ്ടാകാത്ത വിധം ഈ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള പ്രചരണത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്നു. ഒപ്പം വിദ്യാർത്ഥികളുടെ പഠനത്തെയും പരീക്ഷയുടെ വിശ്വാസ്യതയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അടിയന്തര ഇടപെടൽ വേണം എന്ന ആവശ്യമാണ് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, നേരത്തെ രേണുക പറഞ്ഞ പോലെ സമാനമായ പരാതികൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ സൈബർ പോലീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കുറ്റക്കാരായവരെ കണ്ടെത്തണമെന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഇതിപ്പോൾ ഇല്ലാത്ത ഒരു അവകാശവാദം ഉന്നയിക്കുന്നു എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതിയോ? അതിനുമപ്പുറം പരീക്ഷ, ചോദ്യപേപ്പർ ചോർച്ച എന്ന വളരെ ഗൗരവമായ വിഷയങ്ങളൊക്കെ നമുക്ക് മുന്നിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വിശദമായ പരിശോധന ഇതിൽ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? മറ്റൊന്ന്, വളരെ ഉപകാരപ്രദമായി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ വലിയ പൈസ ഒക്കെ കൊടുത്ത് ട്യൂഷന് പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഓൺലൈനിൽ ഇത് വളരെ സഹായകമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുമുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ വേർതിരിച്ച് ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേണുക. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ചും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളൊക്കെ അടക്കം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് പോകാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമാണ്, പ്രയോജനപ്രദമാണ്. അത് മാത്രമല്ല, കാര്യക്ഷമമായി അത്തരം പഠനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് തങ്ങളുടെ പാഠഭാഗങ്ങൾ ഹൃദിസ്ഥമാക്കാം എന്നുള്ളത് തന്നെയാണ് ഈ പഠന സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.
മാത്രമല്ല ഇവിടെയാണ് ഇത് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യതയെ മറയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിർണായകമായ ഒരു കണ്ടെത്തൽ കൂടിയാണ്, സംശയമില്ല. നമുക്കറിയാം നേരത്തെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായൊക്കെ ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇവിടെ പരീക്ഷാ ഭവനിലെ ജീവനക്കാരടക്കമുള്ള ആളുകളുണ്ട്. അവരുമായി ചേർന്ന് നിന്ന് ചില സ്ഥാപനങ്ങൾ, ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പോലെ എൻട്രൻസ് ഓറിയന്റഡ് സ്ഥാപനങ്ങളൊക്കെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് അന്ന് പോയിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോലീസ് അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ആ തലത്തിലുള്ള പരിശോധനയും ഉണ്ടാകും, സംശയമില്ല. അത്തരത്തിലുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എല്ലാ തലങ്ങളിലുമുള്ള പരിശോധന തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. രേണുക. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.